Okay, next the types of plague. Types of plague means there are stable plagues are there, vulnerable plagues are there, unstable plagues are there. Stable plagues means less likely to rupture because this is having a thick fibrous cap. നമ്മൾ പറഞ്ഞു fibrous cap ഉണ്ട്. If it is a thick fibrous cap, that plague is less likely to rupture ആണ്. Okay. So fibrous cap ഉണ്ട് എന്നാണ് thick fibrous cap ഉണ്ട് with plenty of smooth muscle cells and extracellular matrix. അതാണ് stable plaque. ഇനി vulnerable plaque means these are more likely to rupture because it has a thin fibrous cap, plenty of inflammatory cells. This is unstable plaque means that has ruptured ആയെങ്കിലാണ് നമ്മൾ unstable plaque നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ thin fibrous cap. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ഇൻഡിവിജ്വൽസിന് ഫൈബ്രസ് ക്യാപ്പ് ഉണ്ടാകുന്നത്? ഫൈബ്രസ് ക്യാപ്പ് ഈസ് ബിക്കോസ് ഓഫ് ദ മാട്രിക്സ് മെറ്റല്ലോപ്രോട്ടിയേസസ്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ സെക്രീഷൻ ഓഫ് ദി മാട്രിക്സ് മെറ്റല്ലോപ്രോട്ടിയേസസ്. നമ്മൾ MMP എന്നാണ് പറയുന്നത്, MMP. അപ്പൊ ഇതിനെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ദീസ് MMPs ആർ സെക്രീറ്റഡ് ബൈ ദ ഇൻഫ്ലമേറ്ററി സെൽസ് ആണ്. ആൻഡ് ദീസ് ഇൻഫ്ലമേറ്ററി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഈ MMPക്ക് ഉള്ള പ്രത്യേകത എന്താണ്? ദിസ് വിൽ കോസ് എ ഡിസൊല്യൂഷൻ ഓഫ് ദി ഫൈബ്രസ് ക്യാപ്പ്. ഫൈബ്രസ് ക്യാപ്പിന്റെ ഡിസൊല്യൂഷൻ ഉണ്ടാക്കും. അതുവഴിയാണ് നമ്മുടെ ഫൈബ്രസ് ക്യാപ്പ് മോർ തിൻ ആവുന്നത്. ആൻഡ് ദിസ് ലീഡ്സ് ടു ദ റപ്ചർ ഓഫ്. Okay, it is more likely to rupture in these cases of thin fibrous cap. Okay, so if a plaque rupture, ഒരു plaque rupture ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Rupture ആയി കഴിഞ്ഞു. So the platelets will come and platelets will interact with the subendothelial collagen. Subendothelial ആയിട്ടുള്ള കൊളാജനുമായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഇന്ററാക്ട് ചെയ്യും. ആൻഡ് ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് വിൽ ഇന്ററാക്ട് വിത്ത് ദ സബെൻഡോത്തീലിയൽ കൊളാജൻ ആൻഡ് ത്രോംബസ് ഫോർമേഷൻ. ആൻഡ് ത്രോംബസ് ഫോർമേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇക്ഷീമിയൊക്കെ സംഭവിച്ചിട്ട് there will be എന്ത്? ഇൻഫ്രാക്ഷൻ ഉണ്ടാവും. സോ ദാറ്റ്സ് ദി ഒക്കറൻസ്. സോ ഹിയർ ഓരോന്നിലും ഉള്ള പ്രശ്നമാണ് പറയുന്നത്. ഇപ്പൊ കരോട്ടിഡ് ആർട്ടറീസ് അല്ലെങ്കിൽ സെർബിൾ ആർട്ടറീസിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇഷ്യൂമിക് TAE ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള TAEs, വാസ്കുലർ ഡിമെൻഷ്യ, ഇതൊക്കെയാണ് കരോട്ടിഡ്. ഇനി തൊറാസിക് അയോർട്ടയിലാണെങ്കിൽ അയോർട്ടിക് റപ്ചർ ഉണ്ടാവാം, അയോർട്ടിക് ഡിസക്ഷൻ ഉണ്ടാവാം. ഓക്കെ, ഇനി റീനൽ ആർട്ടറീസിലാണെങ്കിലോ റീനൽ ആർട്ടറീസ് ആണെങ്കിൽ റീനൽ ആർട്ടറി ഒക്ലൂഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ വേഴ്സണിങ് റീനൽ ഫംഗ്ഷൻ, റീനോവാസ്കുലർ ഹൈപ്പർ ടെൻഷൻ. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മീസെൻട്രിക് ആർട്ടറീസ് ആണെങ്കിൽ അക്യൂട്ട് മീസെൻട്രിക് ഇഷ്യൂമിയ അല്ലെങ്കിൽ ക്രോണിക് മീസെൻട്രിക് ഇഷ്യൂമിയ, അബ്ഡോമിനൽ ആൻജൈന ഉണ്ടാവാം. ഇനി കൊറോണറി ആർട്ടറീസ് ആണെങ്കിൽ മെയിൻലി സ്റ്റേബിൾ ആൻജൈന, സൈലന്റ് ഇഷ്യൂമിയ, ACS, കൊറോണറി അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതാണ് അൺസ്റ്റേബിൾ ആൻജൈന ആൻഡ് MI, അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അബ്ഡോമിനൽ അയോർട്ട ആണെങ്കിൽ അയോർട്ടിക് ഒക്ലൂഷൻ, ഇത് റെയർ ആണ്, അയോർട്ടിക് അന്യൂറിസം. പെരിഫറൽ ആർട്ടറീസ് ആണ് നമ്മൾ ക്ലോഡിക്കേഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞത്. ഓക്കെ, അക്യൂട്ട് പെരിഫറൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ ആൻഡ് ക്രോണിക് ലിംബിഷീമ, ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ. സോ ഇത് ജസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇമേജിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കരോട്ടിഡ് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കരോട്ടിഡ് നമുക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്, കരോട്ടിഡ് ആർട്ടറിയാണ് സസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ കരോട്ടിഡ് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസിങ് എ പ്രോബ് ആണ് ലുക്കിംഗ് ഫോർ ദി, വിത്ത് എ പ്രോബ് യു വിൽ ബി ലുക്കിംഗ് ഫോർ ദി എന്താണ്? യു ബി ലുക്കിംഗ് ഫോർ ദി കരോട്ടിഡ് വെസൽസ്. അപ്പോൾ കരോട്ടിഡ് വെസൽസ് നോക്കുന്ന വഴി വി ക്യാൻ അനലൈസ് ദ ബ്ലഡ് ഫ്ലോ. നമുക്ക് നോക്കാം വെദർ ദർ ഈസ് എനി സ്റ്റീനോസിസ് അല്ലെങ്കിൽ പ്ലേഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആൻഡ് വിച്ച് ആർ ദ വെസൽസ് വിച്ച് ആർ മോർ പ്രോൺ ടു അതിറോസ്ക്ലിറോസിസ്? അത് അറ്റ് ബൈഫർക്കേഷൻസ് ഉള്ള സൈറ്റിലെ ആൻഡ് ഏരിയാസ് ഓഫ് ലോ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഈ സൈഡിലൊക്കെയാണ് കൂടുതലും അതിറോസ്ക്ലിറോസിന്റെ ചാൻസ് കൂടുതലുള്ള സൈറ്റ്സ്. അപ്പോൾ കരോട്ടിഡ് അൾട്രാസൗണ്ട് പോലെ തന്നെ അടുത്തതാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ടുകളുണ്ട്. ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ദിസ് വിൽ ഏബിൾ ടു വിഷ്വലൈസ് ദ ഹിസ്റ്റോളജി ഓഫ് അതിറോസ്ക്ലിറോട്ടിക് പ്ലേഗ്. അതിറോസ്ക്ലിറോട്ടിക് പ്ലേഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്റോളജി ഒക്കെ നമുക്ക് ഈ ഒരു ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു ഫിഗർ നോക്കുക. സോ ഹിയർ ദിസ് ഈസ് ദി കത്തീറ്റർ ആർട്ടിഫാക്ട് ആൻഡ് ദ പ്ലേഗ് മീഡിയ അഡ്വെന്റീഷ്യ ഇൻറ്റിമ പാർട്ട് വെച്ചിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ദി ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി, OCT എന്നാണ്. ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി. ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി എന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസിന്റെ എന്താണ്? ഹൈ റെസൊല്യൂഷൻ ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് കൊറോണറി ആർട്ടറീസ് എടുക്കും. അതാണ് ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി. ഇനി ഇത് കൂടാണ്ട് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന എന്താ? ഇതിൽ കണ്ടോ ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള പ്ലേഗുകൾ നമുക്ക് കാണാൻ പറ്റും. ദ ത്രോംബസ് ദാറ്റ് ഈസ് പ്രൊട്യൂഡിംഗ് ഇൻ ടു ദ ലൂമൻ അറ്റ് ദ സൈറ്റ് ഓഫ് ദി മാക്സിമൽ സ്റ്റീനോസിസ്. ഇനിയുള്ളത് നാലാമത്തത് കൊറോണറി CT കാൽഷ്യം സ്റ്റോർ. അതായത് ലാർജർ ദാൻ അത്തിനോമ മോർ വിൽ ബി ദ കാൽഷ്യം ബർഡൻ. പിന്നെ ഇൻ അതിറോസ്ക്ലിറോട്ടിക് പ്ലേഗ് സർട്ടൻ ഡീജനറേറ്റീവ് ചേഞ്ചസ്
ഹാപ്പൻ ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ അതെറോസ്ക്ലെറോൾ പ്ലേഗ് ഉണ്ടെങ്കിൽ കുറെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ട്. അതിലൊന്നാണ് കാൽസിഫിക്കേഷൻ. അപ്പോൾ ആ കാൽസിഫിക്കേഷനൊക്കെ നമുക്ക് ഈ കൊറോണറി CT കാൽഷ്യം സ്കോർ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അപ്പോൾ എന്താണ്, എത്രത്തോളം അത്തിരോമ കൂടുതലാണോ അത്രത്തോളം കാൽഷ്യം ബർഡനും കാണും. ഓക്കെ, ഇനി ഇതിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കോറാണ്, ആഗസ്റ്റൻ സ്കോറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ഹിയർ ടു മെഷർ ദി കാൽഷ്യം ബർഡൻ ഓഫ് ദ പ്ലേഗ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അഗസ്റ്റൻ സ്കോർ യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂസ്ഡ് ആസ് എ സറോഗേറ്റ് മാർക്കർ ഓഫ് അതെറോസ്ക്ലെറോസിന്റെ സറോഗേറ്റ് മാർക്കറായിട്ട് എടുക്കും. പിന്നെ നമുക്ക് CT ആൻജിയോ ഉണ്ട്, MR ആൻജിയോ ഉണ്ട്, കത്തീറ്റർ ബേസ്ഡ് ആൻജിയോ ഉണ്ട്, FDG PET ഉണ്ട്. സോ ദീസ് ആർ ദി ഇൻവെസ്റ്റിഗേഷൻസ് വി ആർ ഡൂയിങ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി അതെറോസ്ക്ലെറോസിസ്.